മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പല കാലങ്ങളിൽ പല ദൈവമക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ തന്നെ ഒരു അർത്ഥശൂന്യത, ഒരു ഉത്സാഹമില്ലായ്മ, ഒരു മടുപ്പ് തോന്നുന്നു സഹോദര എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചല്ല, പൊതുവിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് അങ്ങനെ തോന്നുവാനായിട്ടുള്ള കാരണം? നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥം നൽകുന്നതിന്, അർത്ഥം ലഭിക്കുന്നതിന്, ജീവിതം സന്തോഷമാക്കുന്നതിന് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരണം എന്ന് പറഞ്ഞാണല്ലോ സുവിശേഷ സന്ദേശങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിലേക്ക് വന്നതായിട്ടുള്ള ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തിയില്ല, അല്ലെങ്കിൽ ജീവിതം ഒരു ബോറിംഗ് ആയി എന്ന് വരുന്നുവെങ്കിൽ അതിനെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അങ്ങനെ ബോറിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു അർത്ഥശൂന്യത തോന്നുന്നു എന്നൊക്കെ ധാരാളം ആളുകൾ കഴിഞ്ഞ 10-40 വർഷത്തിനിടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. എന്നാൽ അങ്ങനെ പറയാത്തതായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം വളരെ സന്തോഷപ്രദമായി പോകുന്നുവെന്ന്, അല്ലെങ്കിൽ അവർക്ക് യാതൊരു ബോറിങ്ങുമില്ല, അസ്വസ്ഥതയുമില്ല എന്നതിന് അർത്ഥവുമില്ല. വളരെ ആത്മാർത്ഥതയുള്ള, അല്ലെങ്കിൽ മുമ്പോട്ട് നല്ല നിലയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളും അവരുടെ കുറവുകളെ ശുശ്രൂഷകന്മാരോട് പറയാനായിട്ട് മടിക്കാത്തവരും മറച്ചു വയ്ക്കാത്തവരുമായിട്ടുള്ള ആളുകൾ അത് തുറന്നു പറയുകയും, അല്ലാത്തവർ അത് അങ്ങനെ അതിനോട് ചേർന്ന്, അതായത് ഈ മന്ദതയോട് ചേർന്ന് മുമ്പോട്ട് പോവുകയും ചെയ്യും എന്ന് മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എന്താണ് ഇങ്ങനൊരു മന്ദതയ്ക്ക് കാരണം എന്നുള്ളത് പരിശോധിക്കേണ്ടത്, എല്ലാവരും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ എനിക്കെന്തോ ഒരു ഉത്സാഹക്കുറവുണ്ട് എന്ന് പറയുന്ന ആളുകളെക്കുറിച്ചല്ല, അങ്ങനെ ഉത്സാഹക്കുറവുണ്ട് എന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകൾ, പറയുന്നവരും പറയാത്തവരും അതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മടുപ്പ് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ? പഴയ ഉത്സാഹമൊന്നും ഇപ്പോൾ ഇല്ല, ഉള്ള ഉത്സാഹമൊക്കെ തണുത്തു പോയി. ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാലിപ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷമോ ഉത്സാഹമൊന്നുമില്ല എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ തോന്നാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് അങ്ങനെ തോന്നാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നുളവാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ? എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ഡോക്ടറുടെ അടുത്ത് രോഗി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം രോഗിയോട് ചോദിക്കും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, അല്ലേ? ആ ലക്ഷണങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് രോഗം നിർണയം നടത്താനും അതിന് വേണ്ടുന്നതായ മരുന്ന് നിർദ്ദേശിക്കാനും പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലും ഉത്സാഹത്തിലും ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഞാൻ വെറുതെ നിങ്ങളുടെയും എൻ്റെയും സമയം കളയുക എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ശരി, എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കാരണം? എന്താ? ഒരു ഉത്സാഹം അങ്ങില്ല. നമുക്ക് സഭ എന്ന് പറഞ്ഞ ആ ഒരു വിഷയം തന്നെ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നാം എല്ലാവരും ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അപ്പോൾ ആ ഒരു
കാര്യത്തെ കേന്ദ്രീകരിച്ച് നാം ചിന്തിച്ചാൽ, ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവം എനിക്ക്, ശരീരം മൊത്തമായിട്ടല്ല, ഏതെങ്കിലും ഒരു അവയവം എനിക്ക് ബോറിംഗ് ആണ്, എനിക്കൊരു അസ്വസ്ഥതയാണ് എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കൈ പറയുകയാണ് എനിക്കൊരു വല്ലാത്ത വിമ്മിഷ്ടമാണ് എന്ന് വെച്ചാൽ എന്തോ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ ഒരു കണ്ണിന് എനിക്ക് ഈ ശരീരത്തോട് ചേർന്ന് അങ്ങനെ ശരീരത്തിന് കാഴ്ച കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നത് എനിക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നുവെന്ന് കണ്ണ് പറയാമെന്ന് വിചാരിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ശരീരത്തോട് ചേർന്ന് പോകാൻ താല്പര്യമില്ല. ആ ശരീരവുമായിട്ട് അത് ഡിറ്റാച്ച്ഡാണ്, അല്ലെങ്കിൽ വേർപെട്ടാണ് നിൽക്കുന്നത്. അതതിൻ്റെ ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം ഉറക്കപ്പെട, അവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ, അല്ലേ? കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കണ്ണിന് വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ശരീരത്തോട് ചേർന്ന് പോകാൻ താല്പര്യമില്ലാത്ത ഒരു അവയവം, അല്ലെങ്കിൽ മാറി നിൽക്കുന്നതായിട്ടുള്ളൊരു അവയവം. രണ്ട്, എന്തെങ്കിലും രോഗാവസ്ഥയിലൂടെ പോകുന്നതായിട്ടുള്ള ഒരു അവയവം. മൂന്ന്, ഒരു കാരണം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ കാരണം പ്രവർത്തനക്ഷമമല്ലാത്തതായ ഒരവയവം. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പ്രവർത്തനക്ഷമമല്ലാത്തതായിട്ടുള്ള ഒരു അവയവം ശരീരത്തിലുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പങ്കൊന്നും കൊടുക്കാനില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ ആത്മീകമായ മന്ദതയ്ക്ക് കാരണമായിട്ട് പറയുവാൻ കഴിയുന്നത്. ഒന്ന്, ശരീരത്തോട് ചേർന്ന് പോകുവാനായിട്ട് നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല, പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ശരീരത്തോട് ചേർന്ന് പോകാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം? ശരീരത്തോട് ചേർന്ന് പോണോ? വേണോ? നമ്മൾ ഒന്നാമത്തെ സഭയെക്കുറിച്ച് വായിക്കുമ്പം അപ്പോസ്തല പ്രവൃത്തികളിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ടുപോയി സ്നാനമേറ്റു വന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ അവരോട് ചേരുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടി ദൈവിക പരിപാടിയാണ്. അപ്പോൾ നാം ചേരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ചേർക്കുന്നതാരാ? രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട്, അല്ലേ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് സഭയോട്, തൻ്റെ ശരീരമായിരിക്കുന്ന സഭയോട് ചേർക്കുകയും നാം ചേരുകയും ചെയ്യണം. അപ്പോൾ ശരീരത്തോട് എങ്ങനെ ഒരവയവം യോഗ്യമായും ക്രമമായും ചേർന്നിരിക്കാൻ ആവശ്യമുണ്ടോ, അതേ നിലയിൽ സഭയോട് ഒരാൾക്ക് ചേർന്നിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഭയങ്കര മടുപ്പാണ്. ഈ മടുപ്പൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ അവസാനമെന്നറിയാമോ? പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യാന്ത്രികമായിട്ട് പോകും. എന്താണ് യാന്ത്രികമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം? രാവിലെ എഴുന്നേൽക്കുന്നു, സമയം കിട്ടിയാൽ ബൈബിൾ വായിക്കുന്നു, അല്ലെങ്കിൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു, പോകുന്നു. വൈകുന്നേരം മൊബൈൽ ഓണാക്കി വെച്ച് അവിടെ വയ്ക്കുന്നു, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. ഞായറാഴ്ച സഭായോഗത്തിന് വരുന്നു, ഇവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് പോകുന്നു. അങ്ങനെ കേവലം യാന്ത്രികമായിട്ടുള്ള ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ക്രിസ്തീയ ജീവിതം മാറിപ്പോകും. അതാണ് ഇങ്ങനെയുള്ള മാന്ദ്യത്തിൻ്റെ ഒരു ഫലം. മറ്റൊരു ഫലമെന്ന് പറഞ്ഞാൽ, നമ്മുടെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ നമ്മൾ സാവകാശം നമ്മൾ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് ചേർക്കുമ്പോൾ ചേരുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്.
ചേർന്നാൽ മാത്രമേ, ഒരവയവം ഒറ്റയ്ക്കായിട്ട് മാറി നിന്നാൽ ആ അവയവത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമോ? ഈ കൈ പറയുക, ഈ ശരീരത്തിൽ നിന്ന് എനിക്കത്ര യോജിച്ചതല്ല, നല്ല ആരോഗ്യമുള്ള ശരീരം ആരുടെയാ? നമ്മുടെ തമ്പി സഹോദരൻ്റെ ശരീരത്തോട് ചേർന്നിരിക്കാനായിരുന്നെങ്കിൽ എൻ്റെ ഈ കൈക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? എൻ്റെ കൈക്ക് എൻ്റെ ശരീരത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? തമ്പി സഹോദരൻ നല്ല ആരോഗ്യവാനായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പണ്ട് പട്ടാളത്തിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ശരീരത്തോട് ചേരാനായിട്ടുള്ളൊരു വൈമുഖ്യം നമുക്ക് വരാൻ കാരണം എന്താ? ശരീരം എനിക്കത്ര ചേരുന്നതല്ല, അല്ലേ? അതിനകത്ത് വേറെ അവയവങ്ങളൊക്കെ ഉണ്ട്. ഒരു കൈക്ക് നീളം കുറവാണ്, ഒരു കണ്ണിന് ഭംഗി കുറവാണ്, പിന്നെ തലമുടിയാണ് നരച്ചു. അങ്ങനെയൊക്കെയുള്ള പരാതികളാണ് പലപ്പോഴും ശരീരത്തോട് ചേർന്ന് നിൽക്കാൻ ഒരവയവത്തിന്, ആലങ്കാരികമായിട്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ, ഒരു മടുപ്പ് തോന്നാനായിട്ടുള്ള കാരണം. അപ്പോൾ നമ്മുടെ ആത്മീകമായിട്ടുള്ള മന്ദതയ്ക്ക് കാരണം ഒരു അവയവത്തിന് അത് പ്രവർത്തിക്കണമെങ്കിലും നിലനിൽക്കണമെങ്കിലും അതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണം ശരീരത്തിന് ഉണ്ടാകണമെങ്കിലും എന്ത് ചെയ്യണം? അത് ശരീരത്തോട് ചേർന്ന് പ്രവർത്തനക്ഷമമായിട്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്. ചേർന്ന് പ്രവർത്തനക്ഷമമായിട്ടിരിക്കണം. എന്തുകൊണ്ടാണ് പ്രവർത്തനക്ഷമമല്ലാതെ ഇരുന്നാൽ പ്രയോജനമില്ല എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു കൈയൊക്കെ ഒടിയോ, കാലും കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് നമ്മൾ 46 ദിവസം, അല്ലേ, 1.5 മാസം സാധാരണഗതിയിൽ 46 ദിവസം പ്ലാസ്റ്റർ ഇട്ട് വിടും. ഈ പ്ലാസ്റ്ററൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും ആ കൈയോ അല്ലെ കാലോ? വളരെ ശോഷിച്ച്, അല്ലേ? ആ കൈയും കാലും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ അതിനെ പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പ്രവർത്തിപ്പിച്ച് നമ്മളതിനെ എന്തെന്ന് പറയും? എക്സസൈസ് എന്നോ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയും. അങ്ങനെ പ്രവർത്തിപ്പിച്ച് അതിനെ ആരോഗ്യമുള്ള ഒരു ശരീരം, ഒരു അവയവമായിട്ട് അതിനെ മാറ്റണം. എന്നാൽ മാത്രമേ ആ ഒരു അവയവം ശരീരത്തിന് ചേരുള്ളൂ. റോസ്ലി സഹോദരി കണ്ണ് കൊണ്ടുപോയി ഒരു ചെറിയ പാടയൊന്ന് മാറ്റി പുതിയൊരു ലെൻസ് വെച്ച് വിട്ടതാണ്. അത് പിടിക്കാനായിട്ട് എത്ര ദിവസം എടുത്തു? 2 ആഴ്ച, 3 ആഴ്ച, 1 മാസമോ, അല്ലേ? അത് നമ്മുടെ ശരീരത്തോട് ചേർന്ന് വരണമെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കും. അതുവരെ അതിനെ പരിശീലിപ്പിക്കണം, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞതുപോലെ പ്രവർത്തനക്ഷമമല്ലാതെ ഒരവയവം ശരീരത്തിലുണ്ടായാൽ ആ അവയവത്തിന് ഒരു ക്ഷീണം, മാന്ദ്യം, മടുപ്പ്, അതല്ല എങ്കിൽ അല്ലേ, ഒരു പ്രയോജനമില്ലാത്തൊരവസ്ഥ തോന്നും. അപ്പോൾ ഒരു ശരീരത്തിൽ എല്ലാ അവയവങ്ങളും പ്രവർത്തനക്ഷമമായിരിക്കുക എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ശരിയായിട്ടുള്ള നടത്തിപ്പിന്, പോക്കിനും, ജീവിതത്തിനും അത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രവർത്തനക്ഷമമായിരിക്കണം. അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ക്ഷീണം? പ്രവർത്തനക്ഷമമല്ലാത്ത അവയവം എന്താകും? അത് ക്ഷീണിച്ചു പോകും. ഒരു അവയവം ക്ഷീണിച്ചു കഴിഞ്ഞാൽ അത് ആ ശരീരത്തിന് ആകെ ഒരു പ്രയാസം, അല്ലേ? എൻ്റെ ഒരു കൈയെ ക്ഷീണിച്ചു പോയുള്ളൂ, എന്നാൽ പിന്നെ വേറെ ഒരു കൈ ഉണ്ടല്ലോ എന്ന് ഏതെങ്കിലും ഒരു ശരീരം ചിന്തിക്കുമോ? എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ കൂടി നമ്മുടെ ശരീരത്തോട് ചേർത്ത് നിർത്തി ആരോഗ്യത്തോടെ സൂക്ഷിക്കുവാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ പിന്നെ എന്തുവാ ഈ സഭയിലെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ കേവലം ഞായറാഴ്ച രാവിലെ വരുന്നു, ഇരിക്കുന്നു, മീറ്റിംഗ് കഴിയുന്നു, പോകുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഈ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കേണ്ട നമ്മുടെ മുമ്പാകെ ഒരു 6 ദിവസം കൂടെ ഉണ്ട്. 7-ാം ദിവസം നമ്മൾ വീണ്ടും വരും. ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പുളിപ്പില്ലായ്മ ആസ്വദിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഈ ദിവസത്തിൽ നമ്മൾ പ്രവർത്തനക്ഷമമാണോ? ആത്മീകമായി നമ്മൾ പ്രവർത്തനക്ഷമമാണോ? ഒരവയവം എന്ന നിലയ്ക്ക്, ഒരവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവത്തിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ്? ശരീരത്തോട് ചേർന്നും ബന്ധപ്പെട്ടും ശരീരത്തിന് വേണ്ടിയുമാണ്. ആണോ? നമ്മൾ പ്രവർത്തനക്ഷമമാണോ? ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. പ്രവർത്തനക്ഷമമാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും അവരവരെ തന്നെ പരിശോധിക്കുക. നമ്മുടെ പ്രിയ മറിയക്കുട്ടി സഹോദരി വീണ് വന്നിട്ട് 3 മാസം, അല്ലേ, 3 മാസത്തോളമായി. നമ്മുടെ ഒരു അവയവമാണല്ലോ അവിടെ ഉള്ളത്, അല്ലേ? ഞാൻ മറിയക്കുട്ടി സഹോദരിയോടോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരോടോ ആരൊക്കെ വന്നു എന്ന് ചോദിച്ചിട്ടില്ല. അവരെന്നോട് ആരൊക്കെ വന്നു എന്നോ പോയെന്നോ എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാനത് ചോദിച്ചിട്ടുമില്ല.
എത്ര പേര്, നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും, എനിക്കറിയത്തില്ല, എത്ര പേര് പോയി കാണുകയും കൂടിയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്? പ്രവർത്തനക്ഷമമായ അവയവങ്ങളാണ് നാം എല്ലാവരുമെങ്കിൽ മറ്റൊരു അവയവത്തിനൊരു കേടുവന്നിരിക്കുമ്പോൾ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും? ചെല്ലുക, കാണുക, കൂടിയിരിക്കുക, പ്രാർത്ഥിക്കുക, ആശ്വസിപ്പിക്കുക, അല്ലേ? പോകുമ്പോൾ എന്തെങ്കിലും ചെറുതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളും ഏതെങ്കിലും ഒരു കിടപ്പ് രോഗിയായിട്ട് നമ്മൾ തീർന്നു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ 24 മണിക്കൂറുണ്ട്. പ്രവർത്തിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്കും 24 മണിക്കൂറല്ലേ? അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർ എൻഗേജ്ഡാണ്, അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഒരാൾ അനങ്ങാതെ ഒരു കട്ടിലിൽ 24 മണിക്കൂറും കിടക്കേണ്ടി വരിക എന്ന് പറയുന്നതിൻ്റെ ദുരിതം ആരും എവിടെങ്കിലും സംസാരിക്കാനും കുറച്ച് നേരമൊക്കെ അങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ, ഇപ്പം അതുമാത്രമല്ല, പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കറിയാം, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരെങ്കിലുമൊക്കെ വന്ന് അവരോട് അവരുടെ പഴയ കാലങ്ങളൊക്കെ കുറേ പറയുമ്പോൾ അവർ കുറേ റിലാക്സ്ഡ് ആകും. അവരുടെ വേദനകളും ഒക്കെ അവരുടെ പരിഭവങ്ങളൊക്കെ അങ്ങ് മാറും. അപ്പോൾ 24 മണിക്കൂർ അങ്ങനെ കിടപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. പകലുറങ്ങും, രാത്രി ഉറങ്ങുകയില്ല, പിന്നെ കുറച്ച് രാവിലെ ഉറങ്ങും. അങ്ങനെ എല്ലാം ഡിസോർഡറിൽ പോകുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്കൊക്കെ പരസഹായം വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരപ്പം എത്രത്തോളം ഒരു മാനസികമായ ശാരീരികമായ ബലഹീനതകളിലൂടെയാണ് കടന്നു പോകുന്നതെന്നറിഞ്ഞ് പ്രവർത്തനക്ഷമമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? വിളിക്കും, പോകും, കാണും, ആശ്വസിപ്പിക്കും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? തെറ്റില്ല. നമ്മുടെ സഹോദരങ്ങൾ 3 പേര് ഒരു ആക്സിഡൻറ്റിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള വേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി 2 ആഴ്ചയോളം അവർ വേദനയിലൂടെ കടന്നുപോയി, മരുന്നും ഒക്കെ ആയിട്ട്. ആരെല്ലാം അവരെ വിളിച്ച് നിങ്ങളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട് സഹോദര സഹോദരി എന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ അവരോടും ചോദിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല. പ്രവർത്തനക്ഷമമായ അവയവങ്ങളാണോ നാം? പ്രിയമുള്ളവരെ, പ്രവർത്തനക്ഷമമല്ല, അങ്ങനെ പ്രവർത്തിക്കാത്തതായ ഒരു അവയവം അല്ലെങ്കിൽ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കിടപ്പും പോക്കും ഒക്കെ ഈ മടുപ്പിലേക്കാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സഹോദര ഭവനത്തിൽ പോവുകയും കാണുകയും ആ കൂട്ടായ്മ പങ്കിടുകയും ഒക്കെ ചെയ്ത് തിരിച്ച് വരുന്നു, രോഗികളെയൊക്കെ ഒന്ന് കാണാൻ പോകുന്നു. നമ്മളുടെ ജീവിതത്തിന് ഒരു ബോറിങ്ങും ഉണ്ടാവില്ല. നമ്മൾ വേണം വേണ്ടായിട്ടല്ലാതെ ഉത്സാഹത്തോടെ ദൈവവചനം നമ്മൾ വൈകുന്നേരത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നു. അതിനുശേഷം ആ ക്ലാസ് എടുത്ത ആളെയോ അതല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരെയോ വിളിച്ച് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതായിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ അന്യോന്യം സംസാരിക്കുന്നു. എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം, എത്ര ജൈവിക ഉഷാറായിട്ട് തീരും. നമ്മളത് കേട്ടു, ഒരു ചെവി കൂടെ കേട്ടു, മറ്റേ ചെവി കൂടെ അങ്ങ് പോയി. ഞാൻ ഈ ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതാരൊക്കെ കണ്ടു കേട്ടു എന്നുള്ളത് നോക്കാൻ പറ്റുന്ന സംവിധാനം വാട്സാപ്പിലുണ്ട്. ഞാനിങ്ങനെ നോക്കിയിട്ട് ഒരാൾ മാത്രം കൃത്യമായിട്ട് എല്ലാ മെസ്സേജുകളും കേൾക്കുന്നുണ്ട്. നമ്മുടെ രാജേന്ദ്രൻ ബ്രദറും തങ്ക സഹോദരിയും ഗൾഫിലിരുന്ന് കേൾക്കുന്നുണ്ട്. വേറെ ഒരാൾ പോലും നമ്മളുടെ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ക്ലാസ് ഒന്നുകൂടി കേൾക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ദൈവവചനത്തോടുള്ള നമ്മുടെ താല്പര്യം അത്രയേ ഉള്ളുവെങ്കിൽ വചനം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവവുമായിരുന്നു. ഒരിക്കൽ കൂടി അത് കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യം തോന്നുന്നില്ല എങ്കിൽ എന്തോ ചില അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ ഉണ്ട്. എന്തോ ഒരു മന്ദതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര പാട്ട് പാടുമ്പോഴൊന്നും ഒരു ഉത്സാഹം നമുക്ക് കാണുന്നില്ല. ഇച്ചിരി ഉത്സാഹത്തിൽ പാടിയാൽ ഇത് ഏതെങ്കിലും പെന്തക്കോസ്ത് സഭയുടെ കൂട്ടത്തിലായി പോകുമെന്ന് പേടിച്ചിട്ടാണോ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല. കൈ കൊട്ടാവല്ലോ,
മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പഴയ നിയമത്തിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കൈത്ത എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു പഴയ നിയമത്തിലെ ആരാധനയല്ല പുതിയ നിയമത്തിലെ ആരാധന. പുതിയ നിയമത്തിലെ ആരാധന ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ അങ്ങനത്തെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമൊന്നുമില്ല. എങ്കിലും ഒരു കൈയൊക്കെ കൊട്ടുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? എനിക്ക് താളബോധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊട്ടിയാൽ നിങ്ങളുടെ പാട്ട് തെറ്റിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും കൊട്ടാൻ മടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതായ സന്തോഷം, നമ്മുടെ ഉള്ളിലുള്ളതായ ഉത്സാഹമാണ് നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും വെളിപ്പെട്ട് വരുന്നത്. നമുക്ക് ധാരാളം സുവിശേഷ സന്ദേശങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട്, വാട്സാപ്പിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഇന്ന് ആളുകളുടെ വീടുകളിൽ പോയി പറയാൻ നിന്നാൽ കേൾക്കുകയില്ല അങ്ങനെയൊക്കെ ഒരു കാര്യം. നമുക്ക് പരിചയമുള്ള ആളുകൾക്ക് ധാരാളം ഉണ്ടല്ലോ, അയച്ചു കൊടുത്തിട്ട് നിങ്ങളൊന്ന് കേൾക്ക്, ഞാൻ നാളെ വിളിക്കും, നിങ്ങളൊന്ന് കേൾക്ക്, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം, ഇല്ലേ? പറ്റുമോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ യാത്ര ചെയ്യുന്നിടത്ത് നമ്മൾ കണ്ടുമുട്ടുന്നതുമായിട്ടുള്ള ആളുകളോട് കർത്താവിനെക്കുറിച്ച് പറയുക. ഇങ്ങനെ യാതൊന്നുമില്ലാതെ നമ്മൾ ഞായറാഴ്ച ഇവിടെ വരുന്നു, ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു, പിന്നെ നമ്മൾ പോകുന്നു, നമ്മുടെ മറ്റ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ കൂടുന്നു, വീണ്ടും വരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ മടുപ്പുളവാക്കാൻ പോകുന്നതായ ഒരു ജീവിതം തന്നെയാണ്. മടുപ്പുളവാക്കിയില്ലെങ്കിൽ മാത്രമേ, അതായത് പ്രവർത്തിക്കാത്തതായ വിശ്വാസം, പ്രവർത്തിക്കാത്തതായിട്ടുള്ള ഒരു അവയവം, അതങ്ങനെ തന്നെ ഇരുന്നാൽ, പ്ലാസ്റ്റർ ഇട്ടങ്ങ് വെച്ചിരുന്നാൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്തതായ ഒരവസ്ഥയിലേക്ക് വരും. ഏതെല്ലാം വിശ്വാസികളുടെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്, ഇല്ലേ? ഉണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനാണെങ്കിൽ, മനസ്സുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഞാനൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തനക്ഷമമല്ലാത്തതായിട്ടുള്ള അവയവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന് അതിൻ്റെ ശക്തി ക്ഷയിച്ച് ഒരു പക്ഷേ ഒരു സമയം വരുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ പോലും കഴിയാത്ത വിധത്തിൽ അതൊരിക്കലും ഉപകാരപ്പെടാത്തതായിട്ടുള്ളൊരു തലത്തിലേക്ക് ആ അവയവം മാറും. രണ്ടാമത്, പല കാര്യങ്ങൾ എൻ്റെ ചിന്തയിൽ വന്നു. രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനതങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ആലസ്യത്തിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളിലൊരു പരിവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. നാം പഠിക്കുന്നതായിട്ടുള്ള ദൈവവചനം നമ്മുടെ ജീവിതത്തെ ഒരല്പം പോലും രൂപാന്തരപ്പെടുത്തുന്നില്ല. നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ആരാ? പുതിയ മനുഷ്യനാണ്, അല്ലേ? ഓരോ ദിവസവും, ഓരോ ആഴ്ചയും നമ്മൾ വരുമ്പോൾ നാം പുതുതായിക്കൊണ്ടിരിക്കുകയാണ്, പുതിയതാണ്. എന്നും ഇരിപ്പിലിരിക്കുന്നതാണ് ഈ മടുപ്പിന് കാരണം, അല്ലേ? ആണോ? നമ്മളിലൊരു പുതുക്കം വരുന്നില്ല. ഇനി പുതുക്കത്തിൻ്റെ യാതൊരു ആവശ്യവും എന്നിലില്ല. ഞാൻ വിശദീകരണത്തിൻ്റെ അവസാന വാക്കായിട്ട് ബാക്കി സഭയിലെല്ലാവർക്കും വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് മാത്രം ആവശ്യമില്ല എന്നൊന്നും നിങ്ങളാരും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പറയോ? ഇല്ല. ധൈര്യമായിട്ടും നമ്മുടെ ലിവി സഹോദരൻ പറയില്ല. നമുക്കെല്ലാവർക്കും പുതുക്കത്തിൻ്റെ ആവശ്യം. പക്ഷേ ഈ പുതുക്കപ്പെട്ട് കഴിയുമ്പോൾ ഓരോ ദിവസവും പുതുക്കമാണ് നമ്മൾ വരുന്നതെങ്കിൽ അത് വലിയ എനർജി ആയിട്ടാണ് വരിക. ഏതൊരു കാര്യവും വളരുമ്പോൾ അതിന് കൂടുതൽ ശക്തി വരും, അല്ലെ? കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും വളർന്നു വരുമ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ച് വരും എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ നമുക്ക് രൂപാന്തരവും പുതുക്കവും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞ ആഴ്ചത്തെ സുജോ അല്ല ഈ ആഴ്ചത്തെ സുജോ, ഈ ആഴ്ചത്തെ സുജോ അല്ല അടുത്ത ആഴ്ചത്തെ സുജോ എന്ന് പറയത്തക്ക രീതിയിൽ നമ്മളുടെ ആന്തരികമായ ഒരു വ്യതിയാനം, രൂപാന്തരം നമ്മളിൽ വരുന്നുവെങ്കിൽ
ഒരിക്കലും മടുപ്പുണ്ടാകില്ല. മടുപ്പുണ്ടാവുമോ? ഇതെന്താ മടുപ്പുണ്ടാകണമെന്നറിയാമോ? നമ്മളിൽ യാതൊരു രൂപാന്തരവും ഇല്ല. രൂപാന്തരം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മറ്റൊരാണ് കിടക്കുന്നത്. എന്താണ്? നമ്മളിൽ ദൈവവചനം അശേഷം പ്രവർത്തിക്കുന്നില്ല. നമ്മളിങ്ങനെ കേൾക്കുന്നു, നമ്മൾ മറക്കുന്നു. ചിലപ്പോൾ പറയും, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുവാണെങ്കിൽ പറയും നല്ല ക്ലാസ്സായിരുന്നു. ഈ പഴയത് കേൾക്കുമ്പം ബോറിംഗ് ഉണ്ട് അല്ലേ? ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളായതുകൊണ്ട് ഒരു പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോറിംഗ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ബോറിങ് ഇതെല്ലാം നമ്മൾ അനുസരിച്ച് പൂർത്തിയായതുകൊണ്ടാണോ ബോറിങ് വരുന്നത്? ആണോ? ഞാൻ ആ കാര്യം സുജോസവൻ പറഞ്ഞ ആ കാര്യം ഇതെത്ര കാലമായിട്ട് പറയുന്നതാണ്. ഇതൊക്കെ ഞാൻ എന്നേ അനുസരിച്ച് ആ കാര്യത്തിലൊക്കെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ ജീവിതത്തിൽ വരുത്തി പിന്നെയും ഈ സുജോസവൻ പറയുന്നത് എന്തിനാണ്? അങ്ങനെ ചിന്തിക്കുമോ? ചിന്തിക്കുമോ? ഇല്ല, അങ്ങനെ ചിന്തിക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരാത്ത മേഖലകളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ട് വരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഭയങ്കര ആത്മീക അധപ്പതനമുണ്ട്. ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ രീതിയിൽ പറയുമ്പോൾ അതിനകത്താണ് ആത്മാവ് എന്ന്, അല്ലെങ്കിൽ അതാണ് ആത്മാവിൻ്റെ പ്രവർത്തനമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നമ്മളെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനോടൊരു വിരക്തിയും, എന്നാൽ നല്ല പുതിയ കാര്യങ്ങൾ തിയറി കേൾക്കുമ്പോൾ നമുക്ക് അതിൽ ആവേശവും ആണ് എങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. പുതിയ കാര്യങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്, ശരിയായ വ്യാഖ്യാനങ്ങളും പുതിയ വ്യാഖ്യാനങ്ങളും കേൾക്കുന്നതൊക്കെ നല്ലതാണ്, അതൊക്കെ ആവശ്യമാണ്. എന്നാൽ കേൾക്കുന്നതിലാണ് നമ്മുടെ സന്തോഷം എങ്കിൽ, കേൾക്കുന്നതിൽ മാത്രമാണ് നമ്മളുടെ സംതൃപ്തിയും സന്തോഷവുമെങ്കിൽ അത് ഭയങ്കര അപകടകരമാണ്. അതിനെക്കുറിച്ച് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു അല്ലേ? കർണരസമാകുമാർ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന കാലം വരുന്നു. എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് യൂട്യൂബിൽ കയറിയാൽ അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ രൂപാന്തരമില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. ഏതെങ്കിലും പാപത്തിൻ്റെ പിടിയിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ തടസ്സവും മടുപ്പുമൊക്കെ ഉളവാക്കും. ഏതെങ്കിലും സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും. അപ്പോൾ സകല ഭാരം ഏതെങ്കിലും കാര്യത്താൽ, ഭൗതിക ലോകത്തിലെ ഏതെങ്കിലും കാര്യത്താൽ നാം ഭാരപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതും നമ്മളുടെ ആത്മീയമായിട്ടുള്ള മന്ദതയ്ക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സഭ എന്നുള്ള നിലയിൽ നാം പ്രവർത്തനക്ഷമമായ അവയവങ്ങളായിട്ട് നിൽക്കേണ്ടതും തുടരേണ്ടതും ആവശ്യമാണ്. പ്രവർത്തനക്ഷമമായ അവയവം. അതുപോലെ തന്നെ നാം ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ് നാം സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പുതുക്കി അങ്ങ് പോകുക എന്നുള്ളതാണ്. അല്ല, സ്നാനപ്പെട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പുതുക്കത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷമുള്ള ജീവിതത്തെ ഉടനീളം നോക്കിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നത്. പ്രിയമുള്ളവരെ, നാം അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയില്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ സഭാജീവിതം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. ഈ കണ്ടവരെ തന്നെ പിന്നെയും കണ്ട്, കേട്ടവരെ തന്നെ വീണ്ടും കേട്ട്, അല്ലേ? നമ്മളുടേതായിട്ടുള്ള പങ്കാളിത്തം എന്താണ്? നമ്മളുടെ സഭയിലുള്ള പങ്കാളിത്തം. ഞാനൊരു അവയവം എന്നുള്ള നിലയിൽ എനിക്ക് ദൈവം തന്ന കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഭയിൽ ഞാൻ എന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത്? ദൈവജനത്തിന് ഞാൻ എന്ത് നന്മയാണ് ചെയ്യുന്നത്? എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? എവിടെയാണ് നമ്മൾ പഠിച്ചേ? തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, പ്രവർത്തിക്കാത്ത ഒരു കയ്യോ കാലോ പ്ലാസ്റ്റർ ഇട്ട് വെച്ചാൽ എങ്ങനെ അധപ്പതിച്ച് പോകുമോ അതേപോലെ നമ്മളുടെ ജീവിതവും അധപ്പതിച്ച്
പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രവർത്തനക്ഷമമായ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ധാരാളം വെളിപ്പെടുന്ന ദൈവമക്കളായിട്ട് നമുക്ക് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.